നമസ്കാരം. വിഷൻ വോഡെക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാഷ് എപ്പോൾ ലഭിച്ചാലും നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ. യൂണിവേഴ്സിൽ നിന്ന് നേരിട്ട് ലഭിച്ചാലോ അത് ഇരട്ടി സന്തോഷം തരുന്നൊരു കാര്യമല്ലേ. എങ്ങനെയെന്നല്ലേ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ഫസ്റ്റ് ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് ദ മാജിക് ചെക്ക് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാമെങ്കിൽ ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റ് കളറിൽ ഒരു ചെക്കിൻ്റെ പിക്ചർ കാണും. ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഈ ചെക്ക് നിങ്ങൾ കളർ പ്രിൻ്റിൽ പ്രിൻ്റ് ചെയ്തെടുത്ത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുത്ത് വെക്കുക. എന്നിട്ട് ആ ചെക്കിൻ്റെ ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുക. എത്ര വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ എടുക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഒരു ചെക്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങളുടെ തന്നെ ആണെങ്കിൽ എടുക്കാം. അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെക്ക് ഇല്ലെങ്കിൽ കൂടിയും മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ ആണെങ്കിലും പ്രശ്നമില്ല. ഒരു ബ്ലാങ്ക് ചെക്ക് ഒരെണ്ണം മതി കേട്ടോ. ഏതെങ്കിലും ഒരു ബ്ലാങ്ക് ചെക്ക് കയ്യിൽ വെച്ചേക്കുക. പിന്നെ വേണ്ടുന്നത് ഒരു പെൻസിൽ വേണം. മായ്ക്കുന്നതിനായിട്ട് ഒരു എറേസർ, ഒരു മാക് റബ്ബർ വേണം. പിന്നെ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിലെ ടെക്നിക്കൊക്കെ എഴുതാൻ വേണ്ടി നിങ്ങളൊരു സ്ഥിരം ബുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്ക്, അതല്ല ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് കയ്യിൽ വെച്ചേക്കുക. ബുക്കും പേനയും. എന്താണ് മാജിക് ചെക്ക്? നിങ്ങൾ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അതിൽ മാജിക് ചെക്കിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വായിച്ചു നോക്കേണ്ട ഒരു ബുക്കാണ് സീക്രട്ട് എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ബുക്ക് വായിക്കാമെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം മാറിക്കിട്ടും. ദ മാജിക് ചെക്ക് എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു എമൗണ്ട് ലഭിക്കുകയും ആ എമൗണ്ടിൽ നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്ന, നമുക്കത് ഒറിജിനലി അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒറിജിനലി നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്കത് യൂണിവേഴ്സ് തരും. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് നിങ്ങൾ ആ ചെക്കിൽ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ഇന്നത്തെ ഡേറ്റ് ഇടുക. നിങ്ങൾ ഏത് ദിവസമാണോ ഈ വീഡിയോ കാണുന്നത് ആ ദിവസത്തെ ഡേറ്റ് ഇടുക. നമുക്ക് ഈ മാജിക് ചെക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നുള്ളത് ഞാൻ പറയാം. ഓരോ ഘട്ടമായിട്ട് പറയാം. ഫസ്റ്റത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ആ ഡേറ്റിൻ്റെ അവിടെ ഡേറ്റ് ഇടുക. നിങ്ങൾ മാജിക് ചെക്കിൽ ഡേറ്റ് എന്ന് പറഞ്ഞേക്കുന്നിടത്താണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചെക്കിലാണെങ്കിലും പെൻസിൽ വെച്ച് നിങ്ങൾ ഡേറ്റ് ഉള്ള ഓപ്ഷനിൽ ഇന്നത്തെ ഡേറ്റ് ഇടുക. പേ എന്ന് പറഞ്ഞേക്കുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ പേര് എന്താണോ ആ പേര് എഴുതുക. സാധാ ചെക്കിലും നിങ്ങളുടെ പേര് എഴുതേണ്ടടുത്ത് അത് എഴുതുക. എമൗണ്ട് അക്കത്തിൽ എഴുതേണ്ടടുത്ത് ചെറിയ തുകയിൽ നിന്ന് നമുക്കത് തുടങ്ങാം. ഫസ്റ്റ് ടെക്നിക്ക് ഇതാണ്. ചെറിയ തുകയിൽ നിന്ന് തുടങ്ങുന്ന ടെക്നിക്കാണിത്. ഇപ്പം ഞാൻ പറയുന്നു, ഒരു 2000 രൂപ. 2000 എന്നുള്ളത് നിങ്ങൾ 230 ഇടുക. പിന്നെ നമ്മൾ ആ എമൗണ്ട് നമ്മൾ അക്ഷരത്തിൽ എഴുതുന്ന പോർഷൻ വരുമല്ലോ, പേരിന് താഴെയായിട്ട് നമ്മൾ അക്ഷരത്തിൽ എഴുതുമല്ലോ, അവിടെ 2000 ഉള്ളി എന്ന് എഴുതുക. അതിനുശേഷം മാജിക് ചെക്കിൽ ഓൾറെഡി ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. സൈൻ ചെയ്യേണ്ട ഓപ്ഷനിൽ ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി അതിനകത്തൊന്നും ചെയ്യേണ്ട. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ നോർമൽ ചെക്കിൽ ആ വ്യക്തി ഏത് വ്യക്തിയുടെയാണോ ആ ചെക്ക് ആ വ്യക്തിയുടെ പേരായിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ വെട്ടുകയൊന്നും ചെയ്യേണ്ട. അതിന് തൊട്ട് മുകളിലായിട്ട് സൈൻ ചെയ്യുമല്ലോ, സൈൻ ചെയ്യുന്നിടത്ത് നിങ്ങൾ ദ യൂണിവേഴ്സ് എന്ന് എഴുതിയാൽ മാത്രം മതി. ചെയ്തല്ലോ. ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ചെക്ക് നമ്മൾ ബാങ്കിൽ കൊടുക്കുന്ന ചെക്കിനകത്താകുമ്പോൾ നമ്മൾ വെട്ടലും തിരുത്തലും ഒന്നും പാടില്ലല്ലോ. നിങ്ങൾ ഫസ്റ്റ് എഴുതുമ്പോൾ അതിനകത്ത് വെട്ടലും തിരുത്തലും ഒന്നും ചെയ്യരുത്. അങ്ങനെ തന്നെ ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബുക്ക് എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് 2000 രൂപ ലഭിച്ചു. നിങ്ങൾ അതേപോലെ ബുക്കിനകത്ത് നിങ്ങൾ എഴുതുക, എനിക്കിന്ന് യൂണിവേഴ്സിൽ നിന്ന് 2000 രൂപ ലഭിച്ചു. ഇതിന് ശേഷം നിങ്ങൾ ഈ 2000 രൂപയ്ക്കകത്ത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എന്താണോ, നിങ്ങൾക്ക് വാങ്ങിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ, ചെറിയ സാധനങ്ങൾ ചെറിയ വില കൊടുത്തപ്പോൾ നമുക്ക് ബുക്ക്, പേന, അങ്ങനെ നമുക്ക് 2000 രൂപയ്ക്കകത്ത് വാങ്ങിക്കാൻ പറ്റുന്ന അത്രയും സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതാം. അതല്ല ഒറ്റയടിക്ക് 2000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ, അല്ലെങ്കിൽ 2000 രൂപയുടെ സാരി അതാണെങ്കിൽ അങ്ങനെ 2000 രൂപ സാരി എഴുതിയിട്ട് 2000 രൂപ തന്നെ എമൗണ്ട് എഴുതുക. അതല്ല നിങ്ങൾക്ക് 2000 രൂപയ്ക്കകത്ത് നിൽക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ അതെല്ലാം എഴുതുക. അതിനുശേഷം അഥവാ 2000 രൂപയ്ക്കകത്ത് നിന്ന് കുറഞ്ഞ രീതിയിലാണ് എമൗണ്ട് ടോട്ടൽ വരുന്നതെങ്കിൽ, അധികം മിച്ചം പൈസ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിച്ചെന്നോ എന്തായാലും നമുക്ക്
ആ എമൗണ്ട് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് ലഭിച്ച എമൗണ്ട് മൊത്തത്തിൽ നമ്മൾ ചിലവാക്കിയിരിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ബുക്കിനകത്ത് നമ്മൾ എഴുതേണ്ടത്. അത് എഴുതിയതിനു ശേഷം നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് 2000 രൂപ ലഭിച്ചതായിട്ടും ആ 2000 രൂപയ്ക്ക് നിങ്ങളൊരു കടയിൽ, ഒരു ഷോപ്പിൽ പോകുന്ന, ഞാനൊരു എക്സാമ്പിൾ പോലെ പറയാണ്, ഒരു ഷോപ്പിൽ പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ ഞാൻ 2000 രൂപയ്ക്കകത്തുള്ളത് വാങ്ങിച്ചപ്പോൾ ഞാൻ ഒരു 1500 രൂപയുടെ ഒരു ചുരിദാറാണ് വാങ്ങിച്ചത്. ആ ചുരിദാർ ഞാൻ വാങ്ങിച്ചതായിട്ടും അതിൻ്റെ എമൗണ്ട് ഞാൻ ആ കടയിൽ കൊടുത്തു. തിരിച്ചിറങ്ങി വന്നിട്ടതിന് ശേഷം ഞാൻ ബാക്കി ബാലൻസ് 500 രൂപയുണ്ടല്ലോ, ആ 500 രൂപയ്ക്കകത്ത് ഞാനൊരു ബാഗ് വാങ്ങിച്ചതായിട്ടും ബാലൻസ് എമൗണ്ട് ഒരു 10 രൂപ എനിക്ക് അധികം ഉണ്ടായിരുന്നു, അതിനു വേണ്ടി ഞാൻ അതൊരു ചോക്ലേറ്റ് വാങ്ങിച്ചതായിട്ടും നമുക്ക് ഇപ്പം നമ്മുടെ മൊത്തം പൈസയും തീർന്നല്ലോ. അതെല്ലാം നിങ്ങളിപ്പം ബാലൻസ് ഉള്ള എമൗണ്ടിൽ നിങ്ങൾ ബസ്സിൽ വരുന്നതായിട്ടും അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് വരുന്നതായിട്ടോ എങ്ങനെയാണോ നമുക്ക് ആ എമൗണ്ട് മൊത്തത്തിൽ തീർക്കാൻ പറ്റുന്നത് എങ്ങനെയാണോ അത് മൊത്തത്തിൽ നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ അതേ കണക്കുകൾ നമ്മൾ ആ ചിലവാക്കി എങ്ങനെയൊക്കെയാണോ ചിലവാക്കി അതേപോലെ നമ്മൾ ആ ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കണം. അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടതും. ഇത്രയും ചെയ്തിട്ട് യൂണിവേഴ്സിൽ നിന്ന് എനിക്ക് 2000 രൂപ ലഭിച്ചതിന് നന്ദി, എന്നിട്ട് വരവ് 2000, ചിലവ് 2000, ആ അത്രയും എമൗണ്ട് നമ്മൾ ഫുള്ള് ചിലവാക്കിയല്ലോ. ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ വിട്ടേക്കുക. ഈ പൈസ ഇതിന് 2000 രൂപ നമുക്ക് കിട്ടി, അത് നമ്മൾ ചിലവാക്കിയും കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തലപോയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ കളഞ്ഞേക്കാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മളത് കളഞ്ഞേക്കാം. ആ പൈസ നമുക്ക് കിട്ടി, നമ്മൾ ചിലവാക്കിയും കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്ന വർക്കാണ്. ഡെയിലി ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ് നിങ്ങളൊരു പെൻസിലും മാക്ഡബറും കയ്യിൽ വെച്ചേക്കാൻ പറഞ്ഞത്. നമ്മൾ ആ ഡേറ്റ് ഇട്ടെടുത്ത് നാളത്തെ ഡേറ്റ് ഇടുക. മറ്റ് നമ്മുടെ പേര് എഴുതിയേക്കുന്നിടത്ത് അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. പിന്നെ നമ്മൾ മാറ്റേണ്ടത് എമൗണ്ടിൻ്റെ അടുക്കാണ്. എമൗണ്ടിൻ്റെ അടുക്ക് അവിടെ മായച്ചിട്ട് നാളെ 4000 എന്ന് എഴുതുക. 4000 ഉള്ളിൽ നിന്നുള്ള എഴുതേണ്ടടുത്ത് അവിടെ അങ്ങനെ അക്ഷരത്തിൽ എഴുതേണ്ടടുത്ത് അങ്ങനെ ഓൾറെഡി സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും ചെയ്യേണ്ട. പിന്നെ നിങ്ങൾ വീണ്ടും ബുക്കിനകത്ത് എഴുതുക. ഇതേ പ്രോസസ്സ് തന്നെ തുടരുക. അതായത് 4000 രൂപ എനിക്കിന്ന് ലഭിച്ചു, യൂണിവേഴ്സിൽ നിന്ന് 4000 രൂപ ലഭിച്ചതായിട്ട് 4000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ കാര്യങ്ങൾ അത് എഴുതുക. അത് വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അത് തന്നെ നിങ്ങൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ഓരോ ദിവസത്തെ ഡേറ്റിൽ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾക്ക് എന്ത് വാങ്ങിക്കണമെന്ന് നിങ്ങൾ മനസ്സാൽ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുവോ വെറുതെ എഴുതി പോരും. നമുക്കിപ്പം വാങ്ങിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ ഇന്നൊരു സാധനം വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന കുറേ സാധനങ്ങൾ കാണുമല്ലോ. നിങ്ങൾക്ക് ആ എമൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ അതുപോലെ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചത് എഴുതുക. നിങ്ങൾക്കത് ഏത് മാർഗേണയാണെങ്കിലും നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ഇനി അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഈ ചെക്കിൽ ഇത് നമ്മൾ ചെറിയ എമൗണ്ടിൽ തുടങ്ങുന്നതാണ്. ഇങ്ങനെ ചെറിയ എമൗണ്ടിൽ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ട്രിക്ക്. സെക്കൻഡ് ട്രിക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഡേറ്റ് ഇടുന്നിടം ഉണ്ടല്ലോ, അവിടെ ഓരോ മാസമായിട്ട്, അതായത് ഓരോ മാസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഓരോ മാസത്തിൻ്റെ തുടക്കം, അങ്ങനെ നമുക്ക് ഓരോ മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. ആ ഡേറ്റിൽ ഇപ്പം നിങ്ങൾ ഈ മാസത്തെ ഇന്നത്തെ ഡേറ്റ് ഇട്ടു, പിന്നെ നിങ്ങൾ അടുത്ത മാസമേ ചെയ്യുന്നുള്ളൂ. അടുത്ത മാസത്തെ ഡേറ്റ് ഇട്ടാൽ മതി. എമൗണ്ട് നിങ്ങൾക്ക് ഇച്ചിരി വലിയ എമൗണ്ട്, ഒരു 10000, ഫസ്റ്റിലെ നിങ്ങൾ എഴുതുന്ന ഒരു 10000, അടുത്ത മാസം 20000, അങ്ങനെയെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ 10000 രൂപയ്ക്കകത്ത് ഈ മാസം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ എഴുതുക. അങ്ങനെ നമ്മൾ ആ ബുക്കിനകത്തും ചിലവ് നമ്മൾ ആ 10000 രൂപയ്ക്കകത്ത് വാങ്ങിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു 10000 രൂപയ്ക്കകത്ത് ഒരു ചെറിയ കമ്മൽ, ഒരു മൂക്കുത്തി, എന്താണോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ എഴുതുക. വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വിഷ്വലൈസ് ചെയ്യുക. ഇത് തന്നെ ഈ പ്രോസസ്സ് മറ്റേ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ പ്രോസസ്സിനകത്തും നിങ്ങൾ ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ചെക്ക് ഒരു ഫിക്സഡ് ആയിട്ട് നമ്മൾ എഴുതുകയാണ്. അതായത് ഡേറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് ഇട്ടേക്ക്. അതിനുശേഷം നമ്മൾ ആ എമൗണ്ട് എഴുതുന്നിടത്ത് വലിയ എമൗണ്ട് എഴുതുന്നു. അതായത് വലിയൊരു എമൗണ്ട് ആണ് നമുക്ക് എഴുതുന്നത്. ഒരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 1 കോടി, നമുക്ക് എത്ര എമൗണ്ട് ആണോ നമുക്ക് വേണ്ടുന്നത് ആ എമൗണ്ട് എഴുതുക. ആ എമൗണ്ട് എഴുതി ബാക്കിയെല്ലാം അക്കത്തിൻ്റെ അവിടെ അങ്ങനെ എഴുതി, അക്ഷരത്തിൽ എഴുതേണ്ടടുത്തും അങ്ങനെ എഴുതി. ഈ എമൗണ്ട് നിങ്ങൾ എഴുതിയ ഈ ചെക്ക് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം, മടക്കി നിങ്ങളുടെ കളഞ്ഞു പോവാതെ നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിരന്തരം കാണാൻ പറ്റുന്ന, നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഈ ചെക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് നിരന്തരം കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും നിങ്ങളത് ഒട്ടിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ബുക്കിനകത്ത് നിങ്ങൾ സ്ഥിരം എഴുതുന്ന
നിങ്ങൾ എഴുതുന്ന ബുക്കിനകത്ത് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നതെങ്കിൽ എങ്ങനെ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എവിടെയാണെങ്കിലും അത് ഒട്ടിച്ച് വെച്ചാൽ വലിയ എമൗണ്ടൊക്കെ, അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളൊന്നും എഴുതരുത് ഇതിനകത്ത്. അതായത് നമുക്ക് കടമോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയൊക്കെയാണ് നിങ്ങൾക്ക് എമൗണ്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്ര വലിയ എമൗണ്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളത് ബുക്കിനകത്ത് നിങ്ങൾ കടത്തിന് വേണ്ടിയിട്ടൊന്നും എഴുതണ്ട. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ കടമാണെങ്കിൽ അത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിച്ചു, യൂണിവേഴ്സിന് നന്ദി, അത് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ അത് കടമൊന്നും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ കടത്തിനെ കുറിച്ച് എഴുതുകയോ ബുക്കിനകത്ത് എഴുതിക്കുകയോ വേണ്ട. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ എമൗണ്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാറാണ് നിങ്ങൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളിപ്പം ഒരു 50 ലക്ഷമൊക്കെ എഴുതിയിട്ട് നിങ്ങൾ കാർ അത്രയും രൂപയുടെ ഒരു കാറാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കാർ ഏതാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. കാറിൻ്റെ പേര് എഴുതിയിട്ട് അത്രയും എമൗണ്ട് എഴുതിയിട്ട് അത് വാങ്ങിച്ചതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, അതിന് നിങ്ങൾ നന്ദി പറയുക, അങ്ങനെ നമ്മൾ എഴുതാം. പക്ഷേ കടം, അസുഖത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചിലവാക്കുന്ന അതൊന്നും നമ്മൾ എഴുതാൻ പാടില്ല. കടവും ഹോസ്പിറ്റൽ കാര്യങ്ങളൊന്നും എഴുതാതെ നമ്മളത് എമൗണ്ട് കിട്ടിയെന്നുള്ളത് നന്ദി മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഒന്നും കൂടെ ഈ ടെക്നിക്കുകളെല്ലാം പറയാം. ചെറിയ എമൗണ്ടിൽ നിന്ന് തുടങ്ങി വലിയ എമൗണ്ടിലേക്ക് പോകുന്നതും, ഓരോ മാസം ഓരോ ഫിക്സഡ് എമൗണ്ട്, ഓരോ മാസത്തേക്ക് ഓരോ മാസമായിട്ട് ഓരോ എമൗണ്ട് എഴുതുന്നതും, വലിയൊരൊറ്റ എമൗണ്ടാക്കി എഴുതി വെക്കുന്നതാണ്. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ മാജിക് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിനും നമ്മൾ മൈൻഡിനെ ആദ്യം അത് കാമാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം എഴുതാൻ പറ്റുന്നത് ആ ഒരു ടൈമിലിരുന്ന് എഴുതുക. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോക്കായിട്ടായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്